വരട്ടെ. കാശ് ഉണ്ടെന്ന് എഴുതി എന്ത് പോക്കറ്റവും കാണിക്കാന്നായിരിക്കും അല്ലേ? അതെ, നിങ്ങളുടെ കളി എന്നെ മാസ്റ്റർ അടുത്ത് വേണ്ട. മോനെ വിട്ടുകൊടുക്കുക, മാസ്റ്റർ കള്ളക്കേസ് കൊടുക്കുക, പോലീസ് പിടിപ്പിക്കുക. പോലീസിനെ വിളിക്കുക, എന്നെ അറസ്റ്റ് ചെയ്യിക്കുക. വണ്ടിയൊന്നും എടുക്കൂല, കേട്ടിറക്ക്. ഹേ മാഡം, സ്വന്തം മകളുടെ മരണത്തിന് കാരണക്കാരിയായ നിങ്ങൾ രാധിക വർമ്മയല്ല, രാക്ഷസി വർമ്മയാണ്. സൊസൈറ്റി ലേഡി എന്നും പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി നടന്നുകൊണ്ടായില്ല. നിങ്ങൾക്കില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ. അതെന്റെ മാസ്റ്റർ അടുത്ത് ഇഷ്ടം പോലെയുണ്ട്. മനസ്സിലായില്ല അല്ലേ? സ്നേഹം, അന്തസ്, ആഭിജാത്യം, സംസ്കാരം. അവസാനമായിട്ട് ഒന്ന് പറഞ്ഞേക്കാം, എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ്. ഇനി എന്റെ മാസ്റ്ററുടെ ദേഹത്ത് ഒരു പോർ ഏൽപ്പിച്ചാൽ നിങ്ങളെ കൊല്ലം ഞാനിച്ചാവും. എന്താ ഇത്? ബെയിൽ ആപ്ലിക്കേഷൻ. ഒപ്പിട്ടോളൂ. മകന്റെ പ്രശ്നത്തിൽ കോടതി വിധിക്കുന്നതുവരെ രാധികാവർമ്മയുടെ വീട്ടിൽ പോവുകയോ അവനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യില്ലെന്ന് ഉറപ്പു കൊടുക്കുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. സ്വാമി, അവരെന്റെ മകനെ ചതിവിൽ കൊണ്ടുപോയിട്ട്. സത്യം അതായിരിക്കും. പക്ഷേ സ്റ്റഡ് ഫാമിലിയുടെ ഒരു വെടിവെപ്പുണ്ടായില്ലേ, അത് കണ്ട് പേടിച്ച് കുട്ടി ഓടിപ്പോന്നെന്നാണ് അവരുടെ വാദം. മിസസ് വർമ്മയുടെ കോമ്പൗണ്ടിൽ കയറുന്ന പോലും വിലക്കിക്കൊണ്ട് നിനക്കെതിരെ ഇഞ്ചക്ഷൻ വാങ്ങിയിരിക്കുകയാണ് അവർ. സ്വാമി, ഒപ്പിട്ടോളൂ. ഇവിടുന്ന് പുറത്തിറങ്ങാൻ ഇതേ ഉള്ളു വഴി. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വേണം. ലംഘിച്ചാൽ നമുക്ക് തന്നെ ദോഷമാവും, ക്രിമിനൽ കുറ്റമാകും. മകനെ പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാനാവില്ല. മോന്റെ വിഷമം എനിക്കറിയാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് മനസ്സിന് ബേജാറ്. രാഹുലിനെ നോക്കാൻ കഴിയാനിട്ട്. സാരമില്ല മെതുക, ആരുടെയും കുറ്റം കൊണ്ടല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാലും മാസ്റ്റർ, ഞാൻ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എല്ലാം കഴിഞ്ഞില്ലേ, പോയിക്കോളൂ. ഇതിനെ ഇന്നലെ നടത്തിച്ച ആശുപത്രി കൊണ്ടുചെന്നപ്പോ ഡോക്ടർമാർക്ക് എല്ലാവർക്കും അതിശയായിപ്പോയി. മുതലാളി അടക്കം എല്ലാരും കൈ ഒഴിഞ്ഞതല്ലേ ഇതിനെ. കൊണ്ടേ കെട്ടിക്കോ. ഓ, കഴിഞ്ഞ വിരോധമെല്ലാം നമുക്ക് മറക്കാം. ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഡേവിഡിനെ ഞാൻ ഈ ബാറിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. നീ ഇങ്ങനെ കീഴടങ്ങിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ സ്റ്റെല്ലയുടെ കാര്യത്തിൽ മാത്രം നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. കഷ്ടം ഡേവിഡ്, എനിക്ക് നിന്നോട് സിമ്പതിയാണ്. സിമ്പതി? വൈ? സ്റ്റെല്ലയ്ക്ക് വേണ്ടിയല്ലേ നീ എന്നോട് വഴക്കിട്ടത്. എന്നെങ്കിലും അവളെ നിനക്ക് കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വൈ നോട്ട്? ലാസ്റ്റ് 15 years നോ. 10 വർഷമായി ഞങ്ങൾ ലവേഴ്സാണ്. സമ്മതിച്ചു. പക്ഷേ അതിൽ കൂടുതൽ വർഷമായിട്ട് നിന്റെ മമ്മിയും അവളുടെ പപ്പയും തമ്മിൽ ലവ് ആണ്. തണ്ണി, എന്റെ മമ്മിയെ പറ്റി വൃത്തികെട്ട അപവാദം ഉണ്ടാക്കി പറഞ്ഞാൽ ഞാൻ ഇല്ലാത്തതാണെങ്കിൽ നീ എന്റെ ചെവി കുറ്റിക്കിട്ട് വീക്കിക്കോ. പക്ഷെ കർത്താവാണ് ഇതുള്ളതാ. കള്ളു കുടിച്ച് ബോധം കെട്ടുമ്പോ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. നിന്റെ മമ്മിയുമായി അയാൾക്കുള്ള പ്രേമബന്ധം, ലവ് അഫെയർസ്. വെരി സൂൺ അവർ പോവുകയാണ്. അപ്പോ നിന്റെ മമ്മിയുടെ ഭർത്താവിന്റെ മകൾ നിനക്ക് പെങ്ങളാവില്ലേ? സ്വന്തം സിസ്റ്ററെ നിനക്ക് കെട്ടാൻ ഒക്കൂടാ? എന്റെ മമ്മി? നോ, ഐ കാന്റ് ബിലീവ് ദിസ്. സ്റ്റെല്ല, നിന്റെ പപ്പ എവിടെ? ഡോക്ടർ പോൾ വർഗീസ്. എന്താ കാര്യം? എനിക്ക് അങ്ങനെ കാണണം, ഇപ്പൊ കാണണം. എവിടെ ഉണ്ടെന്ന് പറ.
എനിക്കറിയാൻ പാടില്ല, കാലത്തെ പോയതാ. കാലത്ത് പോയതാ. അപ്പൊ എന്റെ മമ്മി എന്തിനാ എഴുന്നള്ളിയത്? ഇനി ആരെ തട്ടിക്കൊണ്ടുപോകാനാണ് പ്ലാൻ? പ്രായമായ എന്നെയോ? വിവരക്കേടുകൊണ്ട് അന്ന് എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമിക്കണ്ടേ മൊയ്തുക്ക? എന്താ വന്നത്? കുതിര പ്രസവിക്കാറായെന്ന് പറഞ്ഞിട്ട് അയ്യോ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അത് ഇവിടെയല്ല, ബീച്ച് ഫാമിലാണ്. മാഡം വരികയാണെങ്കിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടേലാൻ നിഖിൽ പ്രത്യേകം പറഞ്ഞു. ലെറ്റ്സ് ഗോ. ആ, ഡോക്ടർ വരികയാണെങ്കിൽ ടിപ്പ് കൊടുത്തേക്കും പറഞ്ഞേക്കും. മതി, ഇവിടെ ഇറത്തിയാ മതി. ഇതാണ് ബീച്ച് ഫാം. പ്രസവം അടുക്കാറാവുമ്പോ കുതിരകളെല്ലാം ഇങ്ങോട്ട് മാറ്റും. മാഡം വളരെ ലക്കിയാണ്. ഇത് ബ്ലൂ ഏഞ്ചലിന്റെ ആദ്യത്തെ പ്രസവ. പ്ലീസ്. നിഖിൽ, നിഖിൽ, നിഖിലെന്നല്ല, മറ്റാരും ഇത് കേൾക്കില്ല. അപ്പൊ എന്നെ ഇവിടെ? ബഹളം വെക്കരുത്. എന്റെ മകനെ കൊണ്ടുപോയതിന് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. ഒരുത്തനും ഈ പരിസരത്ത് നിന്ന് സഹായിക്കാനെത്തില്ല. എന്റെ മകനെ പോലെ അച്ഛനെ പെഞ്ചരിക്കുന്ന ദുഃഖം നീയും അറിയണം. മകൾ നഷ്ടപ്പെട്ടാലുള്ള വേദന നിന്റെ അച്ഛനും. എക്സ്ക്യൂസ് മീ. കുട്ടിയെ ഒരിക്കൽ കണ്ട് പെട്ടെന്ന് തിരിച്ചയക്കാമെന്ന് ആന്റി എനിക്ക് വാക്ക് തന്നതാ. അതുകൊണ്ടാണ് ഞാൻ രാഹുലിനെ അവിടെ കൊണ്ടുപോയത്. അവനെ കൈ കിട്ടിയപ്പോ അവര് വാക്ക് മാറി. അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്. ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ മാരകമായ രോഗത്തിൽപ്പെട്ട എന്റെ സിന്ധു അവസാനം അവളുടെ ജഡം പോലും കാണിക്കാതെ ഇന്നും ആ വേദനയിൽ കഴിയുന്ന ഞാൻ, ഓർമ്മ വെച്ചത് മുതൽ അമ്മയെയും അച്ഛനെയും പിരിഞ്ഞിരിക്കാൻ വിധിക്കപ്പെട്ട എന്റെ മകൻ, അറിഞ്ഞുകൊണ്ട് ആരോടും തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് ശിക്ഷിക്കപ്പെടുന്നു. ഗൗതം, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചല്ല. ഒരു നിമിഷം ഈ മുറിക്കാ തൊട്ടപ്പെട്ടപ്പോ നീ എന്തുമാത്രം വിഷമിച്ചു. അതിൽ കൂടുതൽ എന്റെ മോനെ അവിടെ സഹിക്കുന്നുണ്ടാവില്ലേ? അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. പോയിക്കോളൂ, പോകാൻ. ഞാൻ ഹെൽപ്പ് ചെയ്ത പ്ലീസ്. നോ. താങ്ക് യു. വണ്ടി സ്റ്റാർട്ട് ആവില്ല മാഡം. കളി ആംഗ്ലോ ഇന്ത്യൻസിനോട് വേണ്ട. ഓക്കെ, വരുന്നു മാസ്റ്റർ. എനിക്ക് ആകെ കൂടി ഒരു മകളെ ഉള്ളൂ. അവളുടെ മാരേജ് അന്തസ്സായിട്ട് നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്നായിരുന്നു എൻ്റെ വാദം. ചെറുക്കൻ്റെ അപ്പൻ എതിർത്തു. ഒടുവിൽ ബന്ധം മുറിയുമെന്ന് കണ്ടപ്പോൾ
പുള്ളിക്കാരൻ സമ്മതിച്ചു അത് നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ നടത്താൻ. അത് നന്നായി. ഈ മാരേജിന്റെ കാര്യം അറിയുമ്പോൾ ഡേവിഡ് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. ഷേളി തന്നെ മകനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഡേവിഡിന്റെ സമ്മതത്തോടെ ഈ മാരേജ് നടത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അവനോട് അന്വേഷിക്കാതിരിക്കുക നല്ലത്. മിസ്റ്റർ പോൾ മകളോട് ഈ കാര്യം പറഞ്ഞോ? അവളോട് എന്ത് പറയാൻ? സ്റ്റെല്ല എന്റെ ഇഷ്ടത്തിനേ നിൽക്കത്തുള്ളൂ. എങ്കിൽ മറ്റൊന്നും ആലോചിക്കണ്ട, നമുക്ക് ഈ മാരേജ് അങ്ങ് നടത്താം. What is this? ഞാൻ സമ്മതിക്കില്ല. അതില്ലാതെ ഈ വിവാഹം നടക്കണമെങ്കിൽ എന്റെ ശവം ഇവിടെ നടക്കേണ്ടി വരും. ഡേവിഡ്, തണ്ണി പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. നൗ ഐ അണ്ടർസ്റ്റാൻഡ്. ആർ യു നോട്ട് അഷേംഡ്? ഈ പ്രായത്തിൽ രണ്ടും കൂടി നടത്തുന്ന വൃത്തികെട്ട ഈ അരിഞ്ഞോ ഞാൻ. മിസ്സിസ് ഐസക്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഡേവിഡ്, എന്താ നീ കാണിക്കുന്നത്? ഇതിലും ഭേദം വല്ല പോയിസണും തന്നെ നിങ്ങൾക്ക് എന്നെ കൊല്ലാമായിരുന്നു. മമ്മി പറയുന്നത് കേൾക്കൂ ഡേവിഡ്. നോ, ഞാനും സ്റ്റെല്ലയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് ഈ കിഴവനുമായിട്ട് ഒരു അഫയർ നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അഫയർ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? യു ആർ എ ചീറ്റ്. സ്വന്തം മകനെ നശിപ്പിക്കാൻ തുടങ്ങുന്ന നിങ്ങൾ, ഇന്നു മുതൽ നിങ്ങൾ എന്റെ മമ്മിയല്ല, ഞാൻ നിങ്ങളുടെ മകനുമല്ല. ഇഷ്ടം പോലെ ജീവിച്ചോളൂ, ആരെ വേണമെങ്കിലും കെട്ടിക്കോളൂ. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. ഗുഡ് ബൈ. മഹാഭാവി, നിന്റെ തലയിൽ എടുത്തേ വീഴും. എവിടേക്കാ പോന്ന്? എനിക്ക് അച്ഛനെ കാണണം. അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അവനെ പറ്റി മിണ്ടി പോരുത്. ഇരിക്കടാ അവിടെ. എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഐ എം സോറി, സോ സോറി. ഇന്നലെ ഞാൻ രാഹുലിന്റെ അച്ഛനെ കണ്ടു. മോനെ ഇവിടെ കൊണ്ടുവന്നതിന് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. പാവം അച്ഛൻ. ഞാൻ രാഹുലിനെ തിരിച്ചു കൊണ്ടുപോകും, മോന്റെ അച്ഛന്റെ അടുത്തേക്ക് തന്നെ. എപ്പോ? അത് ആരും കാണാതെ സൗകര്യം കിട്ടുമ്പോ ഒരു ദിവസം. പ്രോമിസ്? പ്രോമിസ്. എന്താ കൗണ്ടറെ നോക്കണത്? ബിന്നിയെ പുറത്താക്കി, ഇനിയിപ്പൊ ഇവനാ. മനുഷ്യന്മാരുടെയും സ്ഥിതി ഇത് തന്നെയാ. എത്ര വലിയ ഓട്ടക്കാരനായാലും തളർന്നാ കഴിഞ്ഞി. ജയിക്കുന്നവനേ ഉള്ളു വില. വില ആ, നിങ്ങളുടെ കാര്യം തന്നെ. അന്ന് കാറും ബംഗ്ലാവും സ്റ്റഡ് ഫാമും ആയിട്ട് വിലസുന്ന കാലത്ത് ഇതിലും മുന്തിയ കുതിരകൾ എത്ര ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അന്ന് പുറകെ വാലാട്ടി നടക്കാൻ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പൊ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി ഉണ്ടോ? എല്ലാം കത്തി ചാമ്പലായപ്പോ അതിന്റെ കൂടെ പോയി. കത്തിയതല്ല, കത്തിച്ചതാ. എന്റെ കുതിരകളെ ജീവനോടെ ചുട്ടു കൊന്നതാ. ദുഷ്ടൻ, അവനോട് ദൈവം ചോദിക്കും. ഞാൻ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് എനിക്കിപ്പോഴാ ബോധ്യമായത്. ഓ, ഞാൻ രാഹുലിനെ കണ്ടിരുന്നു. അവിടെ ആ കുട്ടി, അതുകൊണ്ടാ ഞാൻ വന്നത്. എന്റെ തെറ്റിന് എന്നോട് ഒന്നും പറയണ്ട. 100 രൂപ കൊടുത്താൽ ഒരുത്തനെ കൊല്ലാൻ വരെ വാടകയ്ക്ക് ആളെ കിട്ടുന്ന നാടായത്. അതിൽ കൂടുതലൊന്നും നീ ചെയ്തില്ലല്ലോ. ഞാൻ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരും. അതിനെനിക്ക് തന്നെ കഴിയും. നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ഗൗതം, എന്നെ ഉപദ്രവിക്കാവുന്ന പോകുന്നുണ്ടോ? പ്ലീസ്. അമൃത, നീ എന്താ ഇവിടെ? ഇന്റർവ്യൂ ആയിരുന്നോ? അല്ല, സംതിങ് പേഴ്സണൽ. ഗൗതം, ഇതിനെ തന്നെ ഇങ്ങനെ ശുശ്രൂഷിച്ച് നിന്നാ മതിയോ?
ഡാഡി ആ ടെൻഷനില്ല. അടുത്ത ആഴ്ച റേസ് അല്ലേ? ബ്ലാക്കിയുടെ ട്രെയിലർ പോലും എടുത്തിട്ടില്ലല്ലോ. ഞാൻ വരാം. റൂബി ഫൈനാൻസിന്റെ പണം എടുത്താണ് ദേവരാജ് ഈ കളിക്കുന്നത്. ഈസി നാഷണൽ ബാങ്കാണ് അയാൾക്കതിന് കൂട്ട്. ബാങ്ക് ചെയർമാൻ മിസ്സിസ് വർമ്മയുടെ സ്വന്തം ആളല്ലേ? ഒന്ന് പിടിക്കാൻ പറയൂ, ദേവരാജ് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും. എന്നാലും മറ്റു വിധത്തിൽ വെങ്കടേശന്റെ സഹായം. കുട്ടിയുടെ കേസ് ഇവിടെ അടുത്തു. തീർച്ചയായും. ആ ഡ്രൈവർ, പെട്ടിയൊന്നും ഇപ്പൊ എടുക്കണ്ട, കാറിൽ തന്നെ ഇരുന്നോട്ടെ. കമോൺ. നിങ്ങളുടെ ഗൗതമിനെതിരെ ഞാൻ ഇറക്കുന്ന ജോക്കി. ഇന്ത്യൻ ഡർബിയിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്ത റെക്കോർഡ് ഇയാൾക്കാണ്. ജയൻ നാളെ വന്നോളൂ. ഇവന്റെ മുന്നിൽ ഗൗതം മടിയറവ് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഹലോ ഷെറാബ്. ഹലോ, മീറ്റ് മിസ്റ്റർ ജയൻ. ഹായ്. ഹലോ, പ്ലീസ്. ആ ദുരേ, ഗൗതമിനെ പറ്റി ഇവനോടെല്ലാം പറഞ്ഞു. വാട്ട്സ് ഹി സേയിങ്? About your rival jockey Gautam. Oh, Gautam. But I'll show you in the race. ഗൗതം, ബോംബെ റേസ് ക്ലബിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയാണത്രേ വെങ്കടേഷ് പുതിയ ജോക്കിയെ കൊണ്ടുവന്നത്. ഗൗതം അവൻ്റെ കൂടെ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. വിന്നിയുടെ നഷ്ടം നാളത്തെ റേസിൽ നീ നികത്തി തരണം. സാറ് സംശയിക്കണ്ട.